പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റി സിംഗ്വി കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റി സിംഗ്വി കമ്മിറ്റി. ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷണമുള്ള ഭരണഘടനാ ഭാഗം. ആൻസർ ഭാഗം 3 ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷണമുള്ള ഭരണഘടനാ ഭാഗമാണ് 3. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാഗം 3. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല്, ഈ 3 വിശേഷണങ്ങളുള്ള ഭാഗമാണ് ഭാഗം 3. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചന സോഷ്യൽ കോൺട്രാക്റ്റാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചനയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അസ്പൃശ്യതാ നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17 അതായത് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 14, 19, 21 ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 20ഉം 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ മൗലികമായതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രു കമ്മിറ്റിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരൻ ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയും. അപ്പോൾ ഈ അധോസഭ മാറിപ്പോകാതിരിക്കാൻ അധോലോകം എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അധോലോകം, അധോസഭ, ലോക്സഭ. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നതും പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ലും തുല്യരിൽ ഒന്നാമൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്.
രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജർമി ബന്ധാമാണ്. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജർമി ബന്ധാം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാത്തതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് എന്ന് ആരുടെ വാക്കുകളാണ്? പ്ലേറ്റോയുടെ വാക്കുകളാണിത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാത്തതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങൾ ഭരിക്കും എന്നതാണെന്ന് അഭിപ്രായപ്പെട്ടത് പ്ലേറ്റോ ആണ്.